അമേരിക്കയുടെ പ്രഖ്യാപനമാണ്. പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപാണ്. അമേരിക്കയുടെ ഉപരോധമാണ്. ലോകത്തെ ഏറ്റവും ശക്തിയേറിയ നാവികസേന അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കടലിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് ലംഘിക്കാൻ ആരുമുണ്ടാകില്ല. ഇതൊക്കെയാണ് അമേരിക്ക ഇതുവരെ മനസ്സിൽ കൊണ്ടു നടന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതാ ചൈന അമേരിക്കൻ ഉപരോധത്തിന് പുല്ലുവില പോലും കൊടുത്തില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ ഉപരോധം പ്രഖ്യാപിച്ചത് ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചത് ഏപ്രിൽ 13 ഇന്ത്യൻ സമയം 7:30 മുതലാണ്. എന്നാൽ ആ പ്രഖ്യാപനവും ഉപരോധവും പാടെ അവഗണിച്ച് ചൈനയുടെ കപ്പൽ ഇറാനിൽ നിന്ന് എണ്ണയുമായി ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നു. ആരും ഒന്നും ചെയ്തില്ല. അമേരിക്കൻ നാവികസേന കപ്പൽ വന്നാൽ തകർക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു തകർക്കലും ഉണ്ടായില്ല. വളരെ സുഗമമായി ചൈനയുടെ എണ്ണക്കപ്പൽ ഇറാൻ തുറമുഖത്ത് നിന്ന് ഹോർമുസ് കടന്ന് ചൈനയിൽ എത്തിയിരിക്കുന്നു. വാർത്ത വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധത്തിന് പുല്ലുവില കൽപ്പിച്ച് ചൈന എന്ന തലക്കെട്ടിൽ തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. US ഉപരോധത്തിന് പുല്ലുവില, ഹോർമുസിൽ മാസ് എൻട്രിയുമായി ചൈനയുടെ എണ്ണ ടാങ്കർ എന്നാണ് ഒരു ദേശീയ മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ മലയാള പരിഭാഷ: ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധത്തെ മറികടന്ന് ചൈനയുടെ എണ്ണ ടാങ്കർ ഒരു അപകടവുമില്ലാതെ കടന്നുപോയെന്ന് റിപ്പോർട്ട്. റിച്ച് സ്റ്റാറി എന്ന കപ്പലാണ് സുഗമമായി കടന്നുപോയത്. US ഉപരോധം നിലവിൽ വന്നതിന് ശേഷം തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ കടന്നുപോകുന്ന ആദ്യ കപ്പലാണ് ചൈനയുടെ റിച്ച് സ്റ്റാറി. US ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷാങ്ഹായ് ഷുവാൻഡൻ ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിച്ച് സ്റ്റാറി. തിങ്കളാഴ്ച വൈകുന്നേരം ചെക്ക് പോയിന്റിന് സമീപം വട്ടമിട്ട ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ കപ്പൽ കടലിടുക്ക് കടക്കുകയായിരുന്നു. ഷാർജയിൽ നിന്ന് പുറപ്പെട്ട ടാങ്കർ ഇപ്പോൾ ചൈനയിലേക്കുള്ള യാത്രയിലാണ്. തങ്ങളുടെ എണ്ണ ടാങ്കറിൽ തൊട്ടാൽ വിവരമറിയുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട 2 കപ്പലുകൾ കൂടി ഉടൻ ഹോർമുസ് കടലിടുക്ക് കടക്കുമെന്നും സൂചനയുണ്ട്. US-ന്റെ 15ഓളം പടക്കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിനടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ എണ്ണ ടാങ്കറിനെ ആക്രമിക്കാത്ത പശ്ചാത്തലത്തിൽ തുറന്ന ഏറ്റുമുട്ടലിനുള്ള അവസരം ഒഴിവാക്കാനാണ് അമേരിക്കയുടെ ശ്രമം എന്ന് വേണം അനുമാനിക്കാൻ. ഹോർമുസിൽ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധം ഇന്നലെ മുതലാണ് നടപ്പിലാക്കി തുടങ്ങിയത്. ഇറാനുമായി നടത്തിയ നിർണായക ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കടൽ മാർഗങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിക്കുമെന്ന് US പ്രഖ്യാപിച്ചത് എന്ന്. 15ഓളം കപ്പലുകൾ, അമേരിക്കൻ നാവികസേനയുടെ 15ഓളം കപ്പലുകൾ, അതിൽ വിമാന വാഹിനി കപ്പലടക്കമുണ്ട്, അവിടെ കിടക്കുകയാണ്. എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒന്ന് കാത്തിരുന്ന ശേഷം ചൈനയുടെ റിച്ച് സ്റ്റാറി എന്ന കപ്പൽ ചൈനയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ അമേരിക്കയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ചൈന. കഴിഞ്ഞ ദിവസം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി ചൈനയുടെ നിലപാട് പറയുകയും ചെയ്തിരുന്നു. തങ്ങളുടെ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ ചൈനയുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈന. ഇറാനുമായി ദീർഘകാലത്തെ വാണിജ്യ വ്യാപാര ബന്ധമുണ്ട്, കരാറുണ്ട്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇതാണ് ചൈന എടുത്ത നിലപാട്. ആഗോള സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ചൈന പ്രതിജ്ഞാബദ്ധമാണെന്നും മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജൂൺ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവർത്തനം തുടരുകയാണെന്ന് സ്ഥിരീകരിച്ച് അദ്ദേഹം പ്രസ്താവന ഇറക്കി. കപ്പൽ കടലിടുക്ക് കടക്കുമെന്ന് അന്ന് തന്നെ ചൈന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ കരാറുകളുണ്ട്. ഞങ്ങൾ അവയെ ബഹുമാനിക്കുകയും പാലിക്കുകയും ചെയ്യും. മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കളിയൊന്നും വേണ്ട എന്ന് പച്ച മലയാളത്തിൽ പറയാം. നേരത്തെ റഷ്യയും ഇതേ നിലപാട് എടുത്തിരുന്നു. അമേരിക്കയ്ക്കെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്ന നിലയിൽ പ്രസ്താവനകൾ വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ റഷ്യ ചൈനയുമായി ചർച്ച നടത്തുകയും
റഷ്യൻ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അമേരിക്ക ഉപരോധം കടുപ്പിക്കുകയാണെങ്കിൽ അതിനെ തുറന്ന് എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റഷ്യയും ചൈനയും, കൂടെ ഇറാനുമുണ്ട് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വളരെ സങ്കീർണമാണ് ഇപ്പോൾ. അതിനിടയിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ തീരുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ട ചർച്ച കൂടി നടത്താം എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാനം അകലെയല്ല എന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉപരോധം കടുപ്പിക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും ഒന്നിച്ചു നിന്ന് അമേരിക്കയെ നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകത്തിന് ഉണ്ട്.